ഈ യുക്തിവാദവും മതവിശ്വാസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങളായി തന്നെ നടക്കുന്ന ഒരു സംഗതിയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ കാണാൻ പറ്റും. പ്രാചീന ഗ്രീസിൽ, ഇന്നത്തെ വെസ്റ്റേൺ സിവിലൈസേഷന്റെ പിള്ളത്തൊട്ടിൽ എന്ന് പറയാവുന്ന ഗ്രീസിൽ, അന്നത്തെ വിശ്വാസങ്ങളെ മുഴുവൻ നിഷേധിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ സോക്രട്ടീസിനെ പോലത്തെ ആൾക്കാർ അന്നുണ്ടായിരുന്ന ദൈവങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ഇന്ന് യുക്തിവാദത്തിനും സ്വതന്ത്ര ഇന്ത്യക്കും ലോകമൊട്ടാകെ പ്രാമുഖ്യം കിട്ടിവരുന്ന ഒരു കാലത്ത് നമ്മൾ എന്താണ് എടുക്കേണ്ട നിലപാട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മൾ സംസ്കാരത്തിന്റെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇക്കാര്യത്തിൽ ഡാനിയൽ ഡെന്നറ്റിന്റെ ഒരു ഉദാഹരണം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. സാധിക്കുന്നവരെ അതൊന്ന് വായിക്കാൻ നോക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ പ്രധാനപ്പെട്ട വിശ്വാസ സംഹിതയുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് കോഗ്നേറ്റീവ് ഡിസോണൻസ് ആണ്. നമ്മുടെ കോഗ്നേറ്റീവ് സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യകാരണ ബന്ധങ്ങളെ ബന്ധിപ്പിച്ച് കാണാൻ പറ്റുന്ന നമ്മുടെ സെൻസസ് ആണ്. നമുക്ക് ഒരു വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കോഗ്നേറ്റീവ് സെൻസ് എന്ന് പറയുന്നത് നമ്മൾ വസ്തുതകളായി തിരിച്ചറിയുകയും കാര്യകാരണങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ചും കാണുന്ന നമ്മുടെ യുക്തിഭദ്രമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള നമ്മുടെ കപ്പാസിറ്റി, അതിനാണ് കോഗ്നേറ്റീവ് സെൻസ് എന്ന് പറയുന്നത്. അതിനുണ്ടാവുന്ന ഒരു ഡിസോണൻസ് ആണ് കോഗ്നേറ്റീവ് ഡിസോണൻസ്. ഈ കോഗ്നേറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് അതിന്റെ തീവ്രമായ രീതിയിൽ ഒരു മനോരോഗ അവസ്ഥയെ തന്നെയാണ്. അതൊരു ഈ ബ്ലോക്കേജ് ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു മായിക ലോകത്തിലാണ് കഴിയുന്നത്. ഈ ഡിസോണൻസ് ഉണ്ടാവുമ്പോൾ നമ്മളൊരു വിശ്വാസത്തിന്റെ ഒരു ലോകത്താണ് കഴിയുന്നത്. അതിനെതിരായിട്ട് വരുന്ന ആശയങ്ങളെ എത്ര ശക്തമായി നിങ്ങൾ ആക്രമിക്കുന്നോ അത്രയും ശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നത്. രണ്ട് ഉദാഹരണം പറയാം. ഈ 1960-കളിൽ ഒരു പ്രധാനപ്പെട്ട പഠനമുണ്ട്. അത് ആ കാലത്ത് ലോകം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസം പുലർത്തിയിരുന്ന ഒരു കൾട്ട് ഉണ്ട് അമേരിക്കയിൽ. അപ്പം അങ്ങനെ പറയുന്ന പല ഗ്രൂപ്പുകളും പല കാലങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. ഇപ്പം ഒരു പ്രത്യേക തീയതി ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് ചേർന്ന് ചെറിയ സമൂഹമായി അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കൾട്ട്. ലോകം അവസാനിക്കാതിരിക്കുമ്പോൾ ഈ കൾട്ട് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യും എന്നുള്ളൊരു പഠനം നടന്നു. വളരെ ഗൗരവമുള്ള ഒരു പഠനമാണ്. അതിനകത്ത് കുറച്ച് ഈ വിഷയത്തിൽ പഠനം നടത്തുന്ന കുതുകികളായ കുറെ വിദ്യാർത്ഥികൾ ഈ കൾട്ടിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് എന്നിട്ട് ഈ ലോകം ആ ദിവസം അവസാനിക്കാതിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് അവർക്ക് പഠിക്കേണ്ടിയിരുന്നത്. ആ പഠനം അത് റിപ്പോർട്ടുകളായി തന്നെയൊക്കെ വന്നിട്ടുണ്ട്. അവര് ഈ കൃത്യദിവസം ക്രിസ്തു തിരിച്ചു വരും, ക്രിസ്തു വന്ന് ബാക്കി എല്ലാവരെയും മുഴുവൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നായിരുന്നു ഈ ഗ്രൂപ്പിന്റെ വിശ്വാസം. പക്ഷേ ആ ദിവസം ക്രിസ്തു വന്നില്ല അല്ലെ. നമ്മുടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് പണ്ട്. അപ്പൊ വരാതിരിക്കുമ്പോൾ ഇവര് വിശ്വാസം ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അവരുടെ വിശ്വാസം പരാജയപ്പെടുന്നു അല്ലെ. സമൂഹം മുഴുവൻ അവരെ പരിഹസിക്കുകയാണ്. അപ്പൊ ഇത് മുഴുവനും അബദ്ധമാണ്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പരിഹാസം എല്ലാ ഭാഗത്തും വരുമ്പോൾ ഇവരുടെ വിശ്വാസത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു പരിച പോലെ അവരുടെ വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ്. ഈ പരിച കൊണ്ട് എല്ലാത്തരം യുക്തിഭദ്രമായ ചോദ്യങ്ങളെയും അവർ തടയാൻ ശ്രമിക്കുകയാണ്. കാരണം അവരുടെ വിശ്വാസം കൊണ്ടതിന്റെ ഒരു കോട്ടയെ അവർ കെട്ടിയിട്ട് ആ കോട്ടയ്ക്കകത്ത് അവർ കഴിയുകയാണ്. ആ കോട്ടയ്ക്ക് എതിരായിട്ട് എന്ത് വരുന്നോ അത് അകത്തേക്ക് വരുന്നില്ല. അവരുടെ മസ്തിഷ്കം അതിനെ നിരാകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതാണ് ശരിയായ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അവരൊന്നിനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ന്യായം പറഞ്ഞാലും എന്ത് യുക്തി പറഞ്ഞാലും അവരെ എങ്ങനെയൊക്കെ പരിഹസിച്ചാലും എത്രയൊക്കെ നമ്മൾ അവരെ എതിർത്ത് പറഞ്ഞാലും അവരിന്നൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ എത്ര ആക്ഷേപശരങ്ങൾ ഉപയോഗിക്കുന്നോ അത്ര കൂടുതലായിട്ട് അവരുടെ വിശ്വാസത്തെ ന്യായീകരിക്കാൻ അവരെ ഇല്ലാത്ത യുക്തികൾ കണ്ടുപിടിക്കും. നിങ്ങൾ ഒരു പെന്തക്കോസ്തുകാരനെ അവന്റെ വിശ്വാസ രോഗശാന്തിയെ പരിഹസിച്ച് അവൻ ആ വിശ്വാസ രോഗശാന്തിയുടെ കഥകൾ പറയും. നമ്മൾ കൂടുതൽ പരിഹസിക്കുമ്പോൾ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പോലും പറയും. അവൻ അറിയാവുന്ന ചില കൊച്ചു കൊച്ചു കഥകൾ അല്ലെങ്കിൽ അവൻ കണ്ടു വിശ്വാസ രോഗശാന്തിയാണ് തെറ്റിദ്ധരിക്കപ്പെട്ട ചില സംഗതികളെ ന്യായീകരിക്കാൻ വേണ്ടി അവൻ പൊലിപ്പിച്ച് പറയും. കൂടുതൽ പവർഫുൾ ആയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യും. ഒരിക്കലും നമ്മൾ ഈ ന്യായവിചാരം കൊണ്ട്, ചർച്ച കൊണ്ട്, ഡിബേറ്റ് കൊണ്ട് ഒരാളെയും നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നില്ല. ഇത്തരം ഡിബേറ്റുകൾ, അവരെ അപഹസിക്കുന്ന ഡിബേറ്റുകൾ എത്തിച്ചേരുന്നത് ആത്യന്തികമായി അവരുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ അവരെ കൂടുതൽ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് മാത്രമാണ്. ആക്രമണോത്സുകമായ ഇത്തരം ഡിബേറ്റുകൾ കൊണ്ട് അവർ നമ്മുടെ കൂടെ വരികയോ അല്ലെങ്കിൽ അവർ യുക്തിയുടെ വഴി സ്വീകരിക്കുകയോ അവരവരുടെ മതത്തിന്റെ കെട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടി വരികയോ ചെയ്യുന്നില്ല. മറിച്ച് അവരവരുടെ വിശ്വാസത്തെ ന്യായീകരിക്കുന്ന ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് ഈ വാതിലുകളെല്ലാം കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്.
കൂടുതൽ കൂടുതൽ ആക്രമിക്കും തോറും അവർ കൂടുതൽ കൂടുതൽ പരിഹസിക്കുക, നിങ്ങൾ അവരെ അവഹേളിക്കുക, നിങ്ങൾ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക. അവർ വെളിവരികയില്ല. അവര് അടച്ചിട്ട് അതിന്റെ ഉള്ളിലെ അവരുടെ ഒരു സത്യം അവർ കരുതുന്ന ഒരു സംഗതിയുടെ ഡിഫൻസിന് വേണ്ടി അവര് രക്തസാക്ഷികളാകാൻ പോലും തയ്യാറാകും. നോക്കൂ, ചെറിയ വിശ്വാസ ഗ്രൂപ്പുകൾ ഒരു വലിയ മെജോറിറ്റി റിലിജന്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ഈ വിശ്വാസ ഗ്രൂപ്പുകൾ അവരുടെ പോക്കറ്റിൽ അങ്ങനെ ജീവിക്കുന്നില്ലേ? ഈ ഡിസോണൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതൊരു മായിക ലോകമാണ്, അതൊരു സത്യത്തിന്റെ ലോകമാണ്. അതിനെതിരായിട്ട് വരുന്ന എല്ലാ ആക്ഷേപങ്ങളും ഈ വിശ്വാസത്തെ അപഹസിക്കലാണ് എന്ന് കരുതുന്ന മട്ടിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് അവരുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ഗ്രൂപ്പുകൾ തുറക്കാതെ നിൽക്കുന്നത്. ഒരു കൾട്ട് എത്ര ചെറുതാകുന്നു, ആ കൾട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ ഉള്ള ആന്തരികമായ ഘടനകളെ മുഴുവൻ അവർ ഉപേക്ഷിച്ച് അതൊരു ഷെല്ലിനകത്തേക്ക് കയറും. ബ്രേക്ക് എ റിലിജൻ ഈസ് ഈസി, ടു ബ്രേക്ക് എ കൾട്ട് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വിശ്വാസ സംഹിതയുടെ ചെറിയ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശ്വാസധാരയെ നമ്മൾ എത്ര ശക്തമായി അപമാനിച്ചാലും അവഹേളിച്ചാലും ഇൻസൾട്ട് ചെയ്താലും ഹ്യൂമിലിയേറ്റ് ചെയ്താലും നമ്മൾ എന്താണോ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നതിന് അത് അവരെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അതുണ്ടാവുന്നില്ല. പിന്നെ ആരാണ് ഇവിടെ ഈ സമയത്ത് അതിൽ പ്രയോജനപ്പെടുന്നത്? നമ്മുടെ പക്ഷത്തുള്ള ആൾക്കാര്, ഇപ്പൊ നമ്മൾ ഒരു അർത്ഥ മനസ്സോടെ നിൽക്കുന്ന ആൾക്കാര്, അതിൽ നിന്ന് വെളിയിൽ വന്ന ആൾക്കാരുണ്ട്. വെളിയിൽ വന്ന ആൾക്കാർക്ക് ഇത് ഊർജം പകരും, അവരെ എന്തൂസ് ചെയ്യും, അവർ എക്സൈറ്റഡ് ആവും. കാരണം അവർക്ക് വേണ്ടത് എന്താണ്? അവരതിനെ എങ്ങനെ അകത്ത് ഡിഫെൻഡ് ചെയ്തിരുന്നു അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് ആക്രമിക്കണം. അകത്ത് നിന്നപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആക്രമത്തെ എങ്ങനെ ഡിഫെൻഡ് ചെയ്തു, അപ്പൊ അതിൽ ഭാഗികമായി വെളിയിൽ വന്ന ഇവർക്ക് വേണ്ടത് അതേ രീതിയിൽ അങ്ങോട്ട് ആക്രമിക്കണം. ആ ഡിഫൻസിന് വേണ്ടി അവരത് ഉപയോഗിച്ച മെക്കാനിസത്തെ മുഴുവൻ തന്നെ തിരിച്ച് അങ്ങോട്ട് ഉപയോഗിക്കണം. അവർക്ക് അവരെ ദേ ബിക്കം ഒഫൻഡേഴ്സ്. അവരെ ഇൻസൾട്ട് ചെയ്യാനും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള വലിയ ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ അവർ വീണ്ടും മറ്റുള്ളവരെ ഈ അടഞ്ഞ ഷെല്ലിൽ തന്നെ കഴിയാനായിട്ട് പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഈ പാശ്ചാത്യ സമൂഹങ്ങൾ ഇത് മാറിയത് എന്ന് ചോദിച്ചാൽ, അത് ഈ പ്രചരണം കൊണ്ട് മാത്രമല്ല. നമ്മൾ വിജയിച്ച രാജ്യങ്ങളിൽ ഇത് എങ്ങനെയാണ് ഇത് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവായ ശാസ്ത്ര വിദ്യാഭ്യാസം ഒരു വഴിയായിരുന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിയത് ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. മറ്റൊരു സ്വർഗത്തേക്കാൾ നല്ലൊരു ജീവിതം ഈ ഭൂമിയിൽ കിട്ടും എന്ന് പറയുമ്പോൾ അതൊരു മാറ്റമാണ്. ഇപ്പൊ പലരും, ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതം സമ്പന്നമാകുമ്പോൾ, സൗകര്യമുണ്ടാകുമ്പോൾ അവരൊക്കെ മതം ഉപേക്ഷിക്കുന്നു. നോക്കൂ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വളരെ സമ്പന്നമായി, അതുകൊണ്ടാണ് അവർ മതം ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഓർക്കണം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ, അതിനേക്കാൾ കൂടുതൽ മതം ഇല്ലാണ്ടായി പോയത് രണ്ട് ദരിദ്ര രാജ്യങ്ങളാണ് യൂറോപ്പിൽ തന്നെയുള്ള. ഒന്ന് ചെക്ക് റിപ്പബ്ലിക്കും ഒന്ന് എസ്റ്റോണിയൻ റിപ്പബ്ലിക്കും. രണ്ടും യൂറോപ്പിലെ താരതമ്യേന ദരിദ്ര രാജ്യങ്ങളാണ്. ദരിദ്ര എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന സാമ്പത്തിക ശക്തി കുറവുള്ള രാജ്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിനെ ഹാൻഡിൽ ചെയ്ത രീതിയാണ്. ആ മതത്തിൽ നിന്ന് ആൾക്കാരെ വെളിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക വേണ്ടത്, അവരെ അപമാനിക്കുകയല്ല വേണ്ടത്. അപമാനിക്കുന്നത് കൊണ്ട് ആരും മതത്തിന് വെളിയിൽ നിന്ന് വരുന്നില്ല. എന്നാൽ അവരെ ചിന്തിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ച, അവരുടെ ചിന്തയിൽ നിന്ന് അവര് ചിന്തിച്ച് വന്നെങ്കിലേ അവർ മതത്തിന് വെളി വരത്തുള്ളൂ. അത് അവരെ അപമാനിക്കാതെ അവരെ ചിന്തിക്കാൻ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. വിജയിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ചില ജാതികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങൾക്കെതിരായിട്ട് ചില കൾട്ടുകൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരം അതിരൂക്ഷമായ സമരം നടത്താറുണ്ട് ചില ആൾക്കാർ. ആ സമരം കൊണ്ട് ആരെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല എന്നുള്ളതിന് ഞാൻ ചരിത്രത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം, മാനോനൈറ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം എന്നെ വിചാരം. 1600കളിലും 1700കളിലും ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് മാനോനൈറ്റുകൾ. അതായത് 1500കളിൽ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടാവുന്നു. ഈ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് പ്രധാനമായിട്ടും കത്തോലിക്ക വിശ്വാസങ്ങളെ മാറ്റി നിർത്തി വലിയ പുരോഗമന പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും അതിനകത്ത് ഈ അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസങ്ങളിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് മുഴുവനും പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിൽ ആകർഷണമാവുന്നുണ്ട്. അതിലൊരു വിഭാഗമാണ് മാനോനൈറ്റുകൾ. ജർമ്മനിയിലെ ഒരു കൾട്ടാണ്. ഈ കൾട്ട് കരുതുന്നത് ഈ യഹോവ അന്ന് മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മളത് വലിയ മൗലികമായ മാറ്റം ഉണ്ടാക്കിയ ദൈവത്തിന് ഇഷ്ടപ്പെടുകയില്ല എന്ന് കരുതുന്ന ഒരു ഗ്രൂപ്പുകളാണ് മാനോനൈറ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നതിന് ഇപ്പൊ യന്ത്രങ്ങൾ ഉപയോഗിക്കാവോ? അന്ന് യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ മാനുവൽ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ദൈവഹിതത്തിനെതിരാണ്. അതാണ് അവരുടെ വളരെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു നിലപാടാണ് അവരെടുക്കുന്നത്. ജർമ്മനിയുടെ ഒരു വലിയ ഭാഗത്ത് ഈ മാനോനൈറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും ഉണ്ട് അവിടെ കുറെ മാനോനൈറ്റുകൾ. പക്ഷേ ഈ മാനോനൈറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ഉണ്ടായത് ഈ പാൻസ് ഇടുമ്പോൾ, ഈ പൊതുവെ ഈ പറയുന്ന വലിയ പണിക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ കൃഷിയിടങ്ങളിൽ പണി ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് ബിയർ കഴിക്കുന്ന ആൾക്കാരാണ് താരതമ്യേന. അതുകൊണ്ട് തന്നെ നമ്മൾ ബിയർ ബെല്ലി എന്ന് പറയുന്ന വലിയ കൊടവയറുണ്ട്. അപ്പൊ ഈ പാൻസ് ഇട്ട് കഴിഞ്ഞാൽ പാൻസ് ഊരിപ്പോകും. പാൻസ് ക്ലിപ്പ് ചെയ്യണം, അത് ചരട് കൊണ്ട് കെട്ടി ഉറപ്പിക്കാം. പക്ഷെ അതിന് ഈ സസ്പെൻഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ തോളത്തിടുന്ന
പിള്ളേർ പള്ളി നിക്കറിടുന്ന പോലത്തെ ഇടുന്ന സാധനമുണ്ട്, ആണ് സസ്പെൻഡർ എന്ന് പറയുന്നത്. ഈ സസ്പെൻഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ പാൻറ് ഊരി താഴെ പോകത്തില്ല. ഇപ്പൊ സസ്പെൻഡർ ഇടാൻ ഒരു ഇത് വരുമ്പോ ആ മാനോനൈറ്റുകൾ ഒരു വലിയ വിഭാഗം ഈ സസ്പെൻഡർ ഇടുന്നത് ദൈവഹിതത്തിന് എന്ന് പറഞ്ഞൊരു വലിയ കലാപം നടത്തുവാണ്. നോക്ക് എന്തൊക്കെയാണ് മതത്തിന്റെ പേര് നടന്നിട്ടുള്ള കലാപം എന്ന് ഓർക്കണം. ഇവരെ ഈ സസ്പെൻഡർ ഇട്ടാൽ ദൈവഹിതത്തിന് എതിരാവുകയില്ല എന്ന് പറഞ്ഞ് ഇവരെ മറ്റുള്ളവർ പരിഹസിക്കുകയാണ്. ഇത്തരം മണ്ടൻ വിശ്വാസങ്ങൾ നീ പരിഹരിക്കുകയാണ്. അങ്ങനെ പരിഹരിച്ചുകൊണ്ട് ഒരു ഒറ്റ മാനോനൈറ്റ് പോലും ആ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല, അവർ ആ കാര്യത്തിൽ ഉറച്ചുറച്ചുറച്ച് സ്ഥിരത കൈവരിക്കുകയാണ്. അങ്ങനെ സ്ഥിരത കൈവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കലാപം തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവിടെ കുറേയേറെ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. കുറേയേറെ ആൾക്കാരെ അവിടുത്തെ ഭരണകൂടം അവരെ ആ കലാപത്തിന്റെ പേര് കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ 10-200 പേരുടെയൊക്കെ മരണത്തിനിടയാക്കിയ തരത്തിൽ അത് മതപീഡനമായിട്ടാണ് അക്കാലത്ത് കണക്കാക്കപ്പെടുന്നത്. ഇവർക്ക് സസ്പെൻഡർ ഇടാതിരിക്കുക എന്ന് പറയുന്ന മതപരമായ അവകാശം അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് മതകലാപം നടക്കുന്നത്. അതേ തുടർന്ന് ഈ മതകലാപത്തിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊരു വിശ്വാസ സംഹിതയാണ് അല്ലെ, സസ്പെൻഡ് ഇടാൻ പാടില്ല, അതൊക്കെ യഹോവയ്ക്ക് എതിരാണെന്ന് പറയുന്ന ഒരു ക്രൈസ്തവ ഗ്രൂപ്പ്. അവരിൽ കുറെ ആൾക്കാരെ ഇന്നത്തെ പെൻസിൽവേനിയ സ്റ്റേറ്റ്, അമേരിക്കയിൽ അന്ന് കുടിയേറ്റക്കാർ പോയിട്ടുണ്ട്, ഭൂമി ഒത്തിരി ഉണ്ട്, കൃഷി ചെയ്യാൻ ആള് വേണം. അപ്പോൾ അതിനകത്ത് വരുന്നവർ എല്ലാവർക്കും 200 ഏക്കർ സ്ഥലം തരാം, നിങ്ങൾ മാനോനൈറ്റുകൾ ഇങ്ങോട്ട് പോരെ, ഒരു കപ്പൽ നിറച്ച ആൾക്കാർ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാളെ പറയുകയാണ്. ആ ആള് അങ്ങനെ 200 പേരെ അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് അവരവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. മാനോനൈറ്റുകളുടെ ഒരു ആദ്യത്തെ പള്ളി പണിയുന്നു. അങ്ങനെ അവരെ അതാണ് ഇന്നത്തെ പെൻസിൽവേനിയ സ്റ്റേറ്റ് ആയിട്ട് അമേരിക്ക മാറുന്നത് ഈ മാനോനൈറ്റുകളുടെ കുടിയേറ്റത്തെ തുറന്നിട്ടാണ്. നോക്കൂ, അവിടെ ഈ വിശ്വാസം ഇന്നും അമേരിക്കയിൽ പെൻസിൽവേനിയയിൽ മാനോനൈറ്റുകളുണ്ട്. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സസ്പെൻഡർ ഇടുകയില്ലാന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അമേരിക്ക ഒരു വശത്ത് വലിയ ആധുനികമാണെന്ന് പറയുമ്പോഴും ഇത്തരം ഗ്രൂപ്പുകൾ അവരുടെ കൊച്ചു വിശ്വാസങ്ങളുമായിട്ട് പലയിടത്തും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ സസ്പെൻഡർ പോലത്തെ ഒരു കാര്യത്തിൽ ഇവരുടെ മതവിശ്വാസം വ്രണപ്പെടുന്നു എന്ന് ഇവർക്ക് തോന്നുന്നത്? അതിനെ ആൾക്കാർ വല്ലാതെ അപമാനിച്ചു, അവഹേളിച്ചു, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. ഇത്തരം വിശ്വാസങ്ങളെ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് അവർക്ക് തോന്നും. അതല്ലെങ്കിൽ ഈ ഹ്യൂമിലിയേഷനെ അതിജീവിക്കുക എന്ന് പറയുന്ന ഏറ്റവും നല്ല മാർഗം നിങ്ങൾ എന്തിനാണോ എതിർക്കുന്നത് അതിനെ ഞാൻ പ്രതിരോധിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ബോധം തന്നെയാണ്. അപ്പൊ ആൾക്കാരെ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കണം, അവരുടെ ലിബർട്ടിയെ കുറിച്ച് അവർക്ക് തന്നെയുള്ള ബോധം ഉണ്ടാക്കണം. ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപമാനിക്കലും അവഹേളിക്കലും നേരെ വിപരീതമായ ഫലമേ ചെയ്തുള്ളൂ. നമ്മൾ അതിൽ നിന്ന് ആരെയും വെളി കൊണ്ടുവരുന്നില്ല. വെളി വന്നു എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ നേരത്തെ വെളി വന്ന ആൾക്കാർ തന്നെയാണ്. അവർക്ക് ഈ അപമാനിക്കൽ പ്രക്രിയയിൽ അവർ കൂട്ടാളികളായി ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്കത് വേണം. അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഒരു വെളി വന്നു. അതല്ലാതെ അവർ യുക്തിചിന്തയാൽ പ്രേരിതമായിട്ടല്ല അവരുടെ പ്രവർത്തനം വരുന്നത്. ഈ അകത്തുണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണോ അവർ ഈ മതവിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്തത്, അതേ രീതിയിൽ അതിന്റെ വെളി വരുമ്പോൾ ഈ മതവിശ്വാസത്തെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിൽ അവരൊരു ആനന്ദം കണ്ടെത്തുകയാണ്. ഇതൊരു റിലീജിയസ് ബിഹേവിയർ തന്നെ. അവിടെ അവരാരും തന്നെ ചോദ്യം ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, വിശ്വാസം എന്ന് പറയുന്ന ഒരു ആശയമാണ്. നമ്മൾ ആ വിശ്വാസത്തെ എതിർക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തെ അല്ല എതിർക്കുന്നത്, ആ വിശ്വാസത്തിന്റെ പിടിമുറുക്കത്തിൽ നിന്ന് അവരതിനകത്ത് കഴിയുന്ന രീതിയിൽ നിന്ന് വെളിയിൽ വരാൻ അവരെ പ്രേരിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എതിർക്കേണ്ട എന്താണ്? ഈ മതം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം കൂടിയാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. വിശ്വാസി എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. നമ്മൾ എതിർക്കുന്നത് മതം എന്ന സ്ഥാപനത്തെയാണ്. മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ തെറ്റാണെന്ന് ചിന്തിക്കാൻ അതിനുള്ളിലുള്ള ആൾക്കാരെ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആശയങ്ങളെയാണ്, മനുഷ്യരെയല്ല. മനുഷ്യരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പാടില്ല. മനുഷ്യരെ ഹ്യൂമിലിയേറ്റ് ചെയ്താൽ അവര് ഏതാശയങ്ങളുടെ പേരിലാണോ നമ്മൾ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത്, ആ ആശയങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻഡൻസ് ആയി മാറുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ കഥയിലേക്ക് തന്നെ ആദ്യം വരാം. ഈ പറയുന്ന തരത്തിൽ അന്ന് ഭൂമി ഇല്ലാതായില്ല, ഭൂമി അവസാനിക്കാതിരുന്നപ്പോൾ, മനുഷ്യവംശം തീർന്നു പോകാതിരുന്നപ്പോൾ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാര് അവരാരും ഈ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവരെ ആൾക്കാർ കൂടുതൽ കൂടുതൽ അപഹസിച്ചു, അപമാനിച്ചു, അവരെ ഇൻസൾട്ട് ചെയ്തു, ഹ്യൂമിലിയേറ്റ് ചെയ്തു ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, യഥാർത്ഥത്തിൽ അന്ന് യേശു വന്നായിരുന്നു, പകുതി വഴി വന്നപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും പുള്ളി തിരിച്ചു പോയിരിക്കുകയാണ്, ഹി വിൽ കം അഗെയിൻ എന്ന് പറഞ്ഞ് ഇവർ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുകയാണ്. അവർ ഓരോരുത്തർ മരിക്കുന്നത് വരെ പ്രതീക്ഷയായിട്ട് അവർ വീണ്ടും ജീവിച്ചു. ആരും വെളി വന്നില്ല. ആ വിശ്വാസം തെറ്റാണെന്ന് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ശക്തി കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും പൊട്ടിച്ചിരികൾ കൊണ്ടും അപഹസിക്കൽ കൊണ്ടും ഹ്യൂമിലിയേഷൻ കൊണ്ടും നമ്മൾ അവരെ ചീത്ത പറഞ്ഞ് നമ്മൾ അവർ ഒതുക്കിന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിബേറ്റിൽ ഞാൻ ജയിച്ചേ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ അവരെ
ഈ പറയുന്ന വിശ്വാസത്തിലേക്ക്, അതിന് ഡിഫെൻഡ് ചെയ്യുന്നതിലേക്ക്, അതിനുവേണ്ടി അവരുടെ ജീവിതം ബാക്കി മുഴുവൻ ചെലവഴിക്കുന്നതിലേക്ക് പോകാനായി നമ്മൾ അവരെ പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. ദി മെത്തഡോളജി ഈസ് റോങ്. തെറ്റായ ഒരു രീതിയാണത്. നൂറ്റാണ്ടുകളായി പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു രീതിയാണിത്. ഈ വലിയ സംവാദങ്ങൾ നടത്തി എതിരാളികളെ തോപ്പിച്ചാൽ നമ്മൾ ജയിച്ചു, നമ്മളുടെ പക്ഷം ശരിയാണെന്ന് ആൾക്കാർ കരുതും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫുട്ബോളിൽ നമ്മളൊരു പക്ഷത്താണെങ്കിൽ നോക്കൂ, 2 ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ നോക്കി, ഒരു പക്ഷത്തുള്ള ആൾക്കാർ നമ്മുടെ പക്ഷം തോറ്റാലും നമ്മൾ മറ്റേ പക്ഷത്തേക്ക് കൂറുമാറുകയില്ല, അല്ലെ? നമ്മൾ ഈ പക്ഷത്തെ അടുത്ത തവണ ജയിക്കാനായിട്ട് വീണ്ടും കാണും. അപ്പൊ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് നമ്മൾ ഒരു വാർഫെയറിനകത്ത് ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവരുടെ ഇഗോയെ ഹർട്ട് ചെയ്യുന്ന ഒരു വാർഫെയറിനകത്ത് കൊണ്ടുവന്നാൽ അവര് അതിന് കൂടുതൽ ശക്തിയായി, കൂടുതൽ തീവ്രമായി, കൂടുതൽ അഗ്രസീവായിട്ട് അതിന് ഡിഫെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. പിന്നെ നമ്മൾ ആൾക്കാരെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനല്ല പ്രേരിപ്പിക്കേണ്ടത്, അതിന് വെളിവരല്ല പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ നമ്മൾ അവരെ അല്ല, അവർക്കെതിരായിട്ടല്ല, നമ്മുടെ ഒരു ക്രോധ പ്രസ്ഥാനമല്ല, ഒരു വയലൻസ് മൂവ്മെന്റ് അല്ല, ആൾക്കാരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ആൾക്കാരെ വിമോചിപ്പിച്ചെടുക്കാനാണ് നോക്കുന്നത്, അവരെ ചിന്തിപ്പിച്ച് വെളിക്കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മതം വിട്ടൊഴിയാൻ ആളുകളെ പ്രേരിപ്പിക്കുകയല്ലേ വേണ്ടത്, ഓൾട്ടർനേറ്റീവ്സ് അവരുടെ മുന്നിലേക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്കല്ല ക്ഷണിക്കേണ്ടത്, വീണ്ടും അവരുടെ അമ്മ പെങ്ങന്മാരെ ചീത്ത പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അവര് മതത്തിൽ നിന്ന് വെളി വന്നാലും അവരുടെ പെങ്ങന്മാരും അവരുടെ അമ്മമാരും അവരുടെ അച്ഛന്മാരും ഒക്കെ അവരുടെ സ്നേഹത്തിൽ തന്നെ കഴിയണ്ടേ. ഈ നമ്മൾ മതം വിട്ടാലും നമുക്ക് ഒരു ഹെൽത്തി റിലേഷൻ ഇവർക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഇതൊരു ശത്രുതയിൽ ആധാരമാക്കിയിട്ടല്ല വരേണ്ടത്, മറിച്ച് ഇത് ശരിയിലേക്കുള്ള ഒരു യാത്ര പോകുന്നതിൽ മറ്റുള്ളവരെ, കുടുംബ ബന്ധങ്ങളും ഒക്കെ സാമൂഹിക സമ്മർദ്ദങ്ങളും ഒക്കെ പരമാവധി കുറയ്ക്കാൻ ആണ് നമുക്ക് സാധിക്കേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് ക്ലിയർ പിക്ചർ വേണം. എതിരാളിയെ തോപ്പിക്കുകയല്ല, എതിരാളിയെ വിൻ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് മറ്റു വശത്തെ ബ്ലോക്കിലുള്ള ആൾക്കാരെ തോപ്പിച്ച് അവരെ നമ്മൾ ഉന്മൂലനം ചെയ്യുക, ആശയപരമായി ഉന്മൂലനം ചെയ്ത് നമ്മൾ വിജയ ശ്രീലാളി തരാ എന്ന് പറഞ്ഞാൽ ആകാം. പക്ഷെ അവരെ മുഴുവൻ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. നമ്മൾ ഡയലോഗ്സ് ആണ് വേണ്ടത്, ഡിബേറ്റ് വഴി ഡിഫീറ്റ് ചെയ്യല്ല വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പൊ നമ്മൾ നടക്കുന്ന ഈ പൊതുവായ ഡിബേറ്റുകളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം, നമ്മൾ എതിരാളിയെ തോൽപ്പിച്ചതെന്ന് നമുക്ക് വിളിച്ച് പറയാൻ പറ്റണം, ഞാനാണ് ജയിച്ചതെന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറയുന്നത് വഴി നമുക്ക് അവിടുന്ന് ഒരാളെയും വിൻ ചെയ്യുന്നില്ല, മറിച്ച് കുറച്ച് ആശയങ്ങൾ നമ്മുടെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു വിജയമായിരിക്കും. മനുഷ്യരെ വെറുക്കാനല്ല പഠിപ്പിക്കേണ്ടത്, നമ്മൾ മനുഷ്യനെ തിരിച്ചറിയാനും അവരുടെ എന്തുകൊണ്ടാണ് അവർ ആ വിശ്വാസത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റീസൺ ഔട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക വേണ്ടത്. യുക്തി എന്ന് പറയുന്ന ആയുധം ഉപയോഗിക്കാൻ അവരുടെ കയ്യിലേക്ക് ചിന്തിക്കാനുള്ള പ്രേരണ കൊടുക്കുക, അവരുടെ ഉള്ളിലെ ചിന്തയ്ക്ക് നമ്മൾ അഗ്നി പകരുക, ആ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് നമ്മൾ കരുത്ത് കൊടുക്കുക. അവരോട് നമ്മൾ ആശയങ്ങൾ പറയുക, അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് അവരെ ക്ഷണിക്കുക. അങ്ങനെ അവരിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് അവർ വെളി വരേണ്ടത്. അങ്ങനെ വന്നാലേ അത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സഹവർത്തിത്വം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. നമ്മൾ എതിരാളിയോടും നമുക്ക് സഹവർത്തിത്വം വേണം, നമ്മളോട് വിയോജിപ്പുള്ള ആൾക്കാരോട് നമുക്ക് സൗഹൃദം ഉണ്ടാക്കാൻ പറ്റണം. മതവിശ്വാസി നമ്മുടെ ശത്രുവല്ല. ഒരു യുക്തിവാദിക്ക് എത്ര മതവിശ്വാസി സുഹൃത്തായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തുല്യമായ അംഗസംഖ്യ മതവിശ്വാസികളും ഒരാളുടെ സുഹൃത്താണ് എന്ന് പറയാൻ പറ്റണം. ഒരു മതവിശ്വാസിയാണെങ്കിൽ ശത്രുവാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാണെങ്കിൽ മറ്റേ പാർട്ടിയിൽപ്പെട്ടവർ മുഴുവൻ എന്റെ ശത്രുക്കളാണ് എന്ന് പറയുന്ന പോലുള്ള സങ്കുചിതമായ ഒരു മനസ്ഥിതിയാണ്. അത്ര ഒരു ലോകം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ലിബറേറ്റഡ് വേൾഡ് ആണ്. അവിടെ മനുഷ്യനെ തിരിച്ചറിയുന്ന, എതിരാളികൾ ഇല്ലാത്ത ആശയങ്ങളാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. വ്യക്തികളെ അല്ല, നമ്മൾ വ്യക്തികളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പ്രസ്ഥാനങ്ങളെ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയല്ല, അവരുടെ വിശ്വാസ സംഹിതയെ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയല്ല, അതിനെപ്പറ്റി ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊരു അപ്രോച്ചിന്റെ പ്രശ്നമാണ്. ഈ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വിശ്വാസത്തിനകത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മതം പല കാരണങ്ങളാൽ വിട്ടുവരുന്ന ആൾക്കാരെ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്കെതിരെ നമുക്ക് ആക്രോശങ്ങൾ പുലർത്താനോ മുദ്രാവാക്യം മുഴക്കാനോ, അല്ലെങ്കിൽ നമ്മൾ അവരെ അടിച്ചു തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഫുട്ബോൾ കളിയിൽ എതിരാളി നോക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം പോലത്തെ ഒരു സന്തോഷം ഉണ്ടാക്കാനോ ഒക്കെ മാത്രമേ പറ്റുള്ളൂ. യു ഡോണ്ട് വിൻ പീപ്പിൾ ഔട്ട് ഓഫ് ദാറ്റ്. അപ്പൊ നമ്മൾ മനുഷ്യ മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ മാറ്റണം. നമ്മുടെ എതിരാളിയായിട്ട് പോലും നമുക്ക് ഒരു മാനസിക ഐക്യം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. എതിരാളികൾ നമ്മുടെ സുഹൃത്തുക്കളാകാൻ പഠിക്കണം. നമ്മളുടെ നിലപാടില്ലാത്ത ആൾക്കാരെ നമുക്ക് സുഹൃത്തുക്കളാക്കാൻ പറ്റണം. അവരുടെ ഒപ്പം തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കാൻ പറ്റണം.
അവരെ സ്നേഹിക്കാൻ പറ്റണം. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവർ വരുന്നത് നമുക്ക് കാണണം. അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണം. അതൊക്കെ ചെയ്തെങ്കിലേ നമ്മൾ മനുഷ്യരാകുള്ളൂ. നമ്മൾ ഒരു കൾട്ട് പോലെ ഒരു സെറ്റ് ഉണ്ടാക്കുകയല്ല വേണ്ടത്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. നമ്മൾ വിമോചിതരായ മനുഷ്യരുടെ ഉദാരമായ ജീവിത വീക്ഷണത്തോടു കൂടിയാണ് മുന്നോട്ട് വരേണ്ടത്. അതാണ് യുക്തിവാദത്തിന്റെ സന്ദേശം. താങ്ക് യു.